മോർച്ചറിക്കുള്ളിലേ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ബോഡി പോകുന്നു മോർച്ചറി, അവിടെ എന്തൊക്കെയാണ് പണി നടക്കുന്നത്? പണി നടക്കുന്ന അത്രയേ ഉള്ളൂ. ബോഡി വന്നു കഴിഞ്ഞാൽ പോലീസ് വന്നു കഴിഞ്ഞാൽ പോലീസാണ് ബോഡി എടുക്കുന്നത്, നമ്മളല്ല. പോലീസും ബന്ധുക്കളും ബോഡി കൊണ്ട് അവിടെ എടുക്കുന്നത്, ഇൻക്വസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ പണി. ഇൻക്വസ്റ്റ് അവിടെ വന്ന ബോഡി മാത്രമാണ്. മോർച്ചറിയിൽ എത്തിപ്പെട്ട ബോഡി മാത്രം അവിടെ ആദ്യം പോലീസ് എടുക്കുന്ന, ഇൻക്വസ്റ്റ് ചെയ്യുന്നു. ഇൻക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോർച്ചറിക്ക് കൈമാറുന്നു. മോർച്ചറിക്ക് വെച്ചാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പോലീസ് തന്ന ആ 108ലുള്ള എന്തൊക്കെയാണ് ഇതുണ്ടാവും, മുറികൾ അല്ലെങ്കിൽ മറ്റുള്ള ചതവുകൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് മാത്രമല്ല ആദ്യം ബോഡീനെ പറ്റി നോക്കും. ബോഡിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഒക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷമേ അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് വെച്ചാൽ പലതും പല വ്യത്യസ്തമായ രീതിയിലാണ്. തൂങ്ങി മരിച്ചതാണ്. തൂങ്ങി മരിച്ചതിന് ആദ്യം കഴുത്തെടുക്കൂല, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് മുറിച്ചിക്കുകയുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ തൂങ്ങി മരിച്ചതാണോ ആരെങ്കിലും ഞെക്കി കൊന്നിട്ട് തൂക്കിയതാണോ എന്നൊക്കെ നോക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സാധാരണഗതിയിൽ ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് ഇതുവരെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ച് ഓരോരോ നമ്മളെ ഒഴിൻ്റെയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നാവടക്കം ഇങ്ങനെ വലിച്ച് പുറത്തെടുത്ത് ഡോക്ടർമാർക്ക് കൊടുത്തിട്ട് ഡോക്ടർമാരത് നോക്കുക. അത് നമുക്ക് നോക്കേണ്ട ആവശ്യം, അത് ഡോക്ടർമാർ നോക്കും. ഓരത് നോക്കി കഴിഞ്ഞിട്ട് തിരിച്ച് തരുമ്പോൾ നമ്മൾ ഈ വയറ്റിൽ തന്നെ ഇട്ടത് പൂട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെ ആദ്യം മുറിച്ചിട്ട് തോല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. എന്നിട്ട് നെറ്റീൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കും. ഇവിടുന്ന് ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് പൊട്ടിക്കും. ഞാനവിടെ എത്തുന്നതിന് മുന്നേ നമ്മളെ ഉളിയില്ലേ, ഇരുമ്പ്, അത് വെച്ചിട്ട് അതിന് പൊട്ടിക്കല്. അങ്ങനെ ഒരുപാട് ദൂരം ശബ്ദം കേൾക്കും. ഞാനവിടെ എത്തിയതിന് ശേഷം എക്സോബ്ലേഡ് വെച്ച് മുറിക്കാൻ തുടങ്ങി. ഇപ്പം മെഷീനാണ്. ഇപ്പം എക്സോബ്ലേഡ് വെച്ച് മുറിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നും കൂടി ഭംഗിയായി കിട്ടിയത്. അങ്ങനെ അത് എക്സോബ്ലേഡ് വെച്ച് മുറിച്ച് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തലച്ചോറ് എടുക്കും. തലച്ചോറ് എടുത്ത് ഇതുപോലെ ഡോക്ടർമാർക്ക് കൊടുക്കും. പക്ഷേ ഈ തലച്ചോറ് തിരിച്ച് അതേ സ്ഥലത്ത് അവിടെ വെക്കാൻ പറ്റില്ല. അത് അത്രയും ഒരു പതമുള്ളൊരു സാധനം. അതും എടുത്ത് വയറ്റിലിടും. എന്നിട്ട് ഈ തലച്ചോറുള്ള സ്ഥലത്ത് നമ്മൾ എന്താക്കും, തുണി നല്ല രീതിയിൽ ഉരുട്ടിയിട്ട് എടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തലയോട്ട് ഇങ്ങനെ സ്റ്റെപ്പായി കിടക്കും. നമ്മൾ വിചാരിച്ചു കൊടുത്ത് നിൽക്കൂല. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് തുന്നിയ പൊട്ടിച്ചതും അറിയില്ല, മുറിച്ചതും അറിയില്ല, പൊട്ടിച്ചതും അറിയില്ല, തുന്നിയതും കാണില്ല. ഇത്രയും ഭംഗിയായിരിക്കും. ഇതും അതുപോലെ തന്നെ തുന്നിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാവും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നാവ് പോയ ഭാഗം നമ്മൾ ഇവിടെ തുണിയിട്ട് തിരികെ ടൈറ്റാക്കും. അല്ലെങ്കിൽ